ശ്രീ കെ ജെ ജേക്കബ്, താങ്കൾ ബി.ജെ.പിയുടെ വിശദീകരണത്തിൽ എന്ത് അപകടമാണ് കാണുന്നത്? ബി.ജെ.പിയുടെ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞ സത്യത്തിൽ അതാണ് അതിൻ്റെ ഒരു സംഭവം. അതായത് നമ്മൾ കേരളത്തിലെ സർക്കാരിനെക്കുറിച്ച്, കേന്ദ്രത്തിലെ സർക്കാരിനെക്കുറിച്ച്, അതിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക, ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്താണ് നമ്മളിരുന്നുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നത്. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും ബി.ജെ.പിയുടെയും പ്രധാനപ്പെട്ട താല്പര്യം എന്നെനിക്ക് തോന്നുന്നു. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളം ഞങ്ങൾക്കിവിടെ പണമില്ലേ എന്ന് പറഞ്ഞു പോയത് കൊണ്ടല്ല സുപ്രീം കോടതി ഫേവറബിളായിട്ടുള്ള തീരുമാനം എടുത്തത്. നമുക്ക് കിട്ടാനുള്ള പണം, നമുക്ക് തരാനുള്ള പണം, ആ പണം ഫെബ്രുവരി 15 ചർച്ചയിൽ നമുക്ക് തരാം, പക്ഷേ കേസ് പിൻവലിക്കണം എന്നുള്ള ഹുങ്ക്, സത്യത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗുണ്ടായിസം കേന്ദ്ര സർക്കാർ കാണിക്കുകയാണ് ചെയ്തത്. അത് നടക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് നമുക്ക് 13,000 കോടി രൂപ തന്നത്. വീണ്ടും കണക്കുകളുമായിട്ട് കേന്ദ്ര സർക്കാർ ചെന്നപ്പോഴാണ് നിങ്ങളിത് ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഈ നമ്മൾ ടെലിവിഷൻ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഏകപക്ഷീയമായി ഒറ്റയുക്തിവാദങ്ങൾ പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്ന ബാലഗോപാലിനെ പോലുള്ള ഒരാൾ പലപ്പോഴും ജയിക്കാറില്ല. പക്ഷേ കേൾക്കേണ്ട മനുഷ്യർക്ക് അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അല്ലാണ്ട് കേരളത്തോട് പ്രത്യേകിച്ച് സ്നേഹം തോന്നേണ്ട ആവശ്യമൊന്നും സുപ്രീം കോടതി ജഡ്ജിമാർക്കില്ലല്ലോ. പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. കേരളത്തിന് ന്യായമായി കിട്ടേണ്ട പണമാണ്. കേന്ദ്ര സർക്കാർ കാണിക്കുന്ന മര്യാദകേടാണ്. കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. ഈ നിങ്ങൾ കേസ് പിൻവലിക്കണമെന്ന് പറയുന്നത് മര്യാദകേടാണ് എന്ന്. അഡ്വക്കേറ്റ് കൃഷ്ണദാസും ഒരു ലോയറല്ലേ, നിങ്ങളത് ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതിക്ക് അറ്റോർണി ജനറലിനോട് പറയേണ്ടി വന്നു. നിങ്ങളിങ്ങനെ കാണിക്കരുത്, നമ്മുടെ ഭാഷ പറഞ്ഞ് ഒരു തരം ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. സുപ്രീം കോടതി അതിൻ്റെ കുറച്ചുകൂടെ മൈൽഡായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ആർക്കെങ്കിലും പൗരത്വം പോകുമോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിൾ പ്രകാരം ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി പേഴ്സൺ, പൗരന്മാരെക്കുറിച്ചല്ല, നമ്മുടെ രാജ്യത്തിന് ടെറിട്ടറിയിലുള്ള ഒരാൾക്കെതിരെയും എല്ലാവർക്കും നിയമത്തിൻ്റെ തുല്യമായ പരിരക്ഷയുണ്ടാകും. നിയമത്തിന് മുമ്പിൽ ഒരാൾക്കെതിരെയും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14. അത് മാത്രമേ നമ്മളൊരു പ്രശ്നമുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പൗരത്വം പോകുമെന്നൊരു വാദം ആർക്കുമില്ല. ഈ പാനലിരിക്കുന്ന നമ്മൾ 4 പേർക്കുമില്ല, ഡോക്ടർ ലാലിനുമില്ല. ഇപ്പോൾ ഇവിടെയുള്ള ആരുടെയെങ്കിലും പൗരന്മാരായ, ഇന്ത്യൻ പൗരന്മാരായ ആരുടെയെങ്കിലും പൗരത്വം പോകുമെന്നുള്ളൊരു വാദമേ ഇല്ല. ഇല്ലാത്ത വാദം ഇല്ലാത്തയാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് നിഷേധിക്കുന്നത്. നമ്മളുടെ വാദം എന്താണ്? പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയയിൽ നിങ്ങൾ മതം കലർത്തി വെക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വാദം. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ നമ്മുടെ ഭരണത്തിൻ്റെ ഒരു തരത്തിലുള്ള, നമ്മുടെ ഭരണഘടനയിലും നമ്മുടെ നിയമത്തിലും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഒരു സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റിന് മതമില്ല, അതിൻ്റെ പൗരന്മാരെ സംബന്ധിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ആ പ്രിൻസിപ്പിളിൽ നിങ്ങൾ മതം കൊണ്ടുവന്ന് ചേർക്കുന്നു. അത് മാത്രമാണ് ഞങ്ങൾ ഈ നിയമത്തെ എതിർക്കുന്ന മനുഷ്യരുടെ ആരോപണം. നിങ്ങൾ ആരുടെയെങ്കിലും പൗരത്വം നിഷേധിക്കുന്നു എന്നുള്ളതല്ല. പൗരത്വത്തിന് അർഹതയുള്ള മനുഷ്യരെ നിങ്ങൾ വരിയായി നിർത്തിയിട്ട് അതിൻ്റെ അകത്തു നിന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടരെ മാറ്റി നിർത്തുന്നു. അങ്ങനെ മാറ്റി നിർത്തുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14-നെതിരാണ്. ഈ ഒരു വാദമേ നമുക്കുള്ളൂ. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താം അങ്ങനെയല്ല ഇത് എന്ന്. കാരണം ഇതിൻ്റെ അകത്ത് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ നോ പേഴ്സൺ, ഇതാണ് 2 ഓപ്പറേറ്റീവ് വേർഡ്സ് ഉള്ളത്. പൗരന്മാർക്ക് വേണ്ടിയിട്ടല്ല, ഏതൊരാൾക്കും. അത് നമ്മളുടെ ഒരു എന്താ പറയുക, സിവിലൈസേഷൻ്റെ ഒരു പ്രത്യേകതയില്ല അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. മനുഷ്യരായി കാണാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വലിയ രക്തച്ചൊരിച്ചിലിട്ട് കൂടി അതിനോട് കൂടി ചേർന്നിട്ടാണ്. അതിനുശേഷം നമ്മളുടെ രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് വിഭിന്നമായി ഒരു വലിയ ഒരു ഔന്നത്യത്തിലേക്ക് നീങ്ങുന്നത് എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടാണ്. അങ്ങനെയാണ് ആർട്ടിക്കിൾ 14 നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മാറുന്നത്. അവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നടത്തില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞതാണ്. അങ്ങനെ വന്നപ്പോൾ ഈ ടെറിട്ടറിക്കകത്ത് നമ്മൾ എല്ലാ മനുഷ്യരെയും, പൗരന്മാരെ എന്നുള്ള എല്ലാ മനുഷ്യരെയും തുല്യരായി കാണും. അവർക്ക് നിയമത്തിന് മുമ്പിൽ അവരെല്ലാവരും തുല്യരായിരിക്കണം. നിയമത്തിൻ്റെ എല്ലാ പ്രൊട്ടക്ഷനും എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടണം എന്നൊരു ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട്
ഈ ഇന്ത്യൻ ടെറിട്ടറിയിൽ ഇപ്പോഴുള്ള മനുഷ്യരെ നിങ്ങൾ വരിയാക്കി നിർത്തിയിട്ട് അവരോട് അവർ നിങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഒരു മതത്തിൽപ്പെട്ടവർക്ക് പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നു. ആ പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിനെ കുറിച്ചൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരൊക്കെ പാകിസ്ഥാനും ബംഗ്ലാദേശും ശരിക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളാണ്. നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളങ്ങനെയല്ല, നമ്മളൊരു സെക്യുലർ ഡെമോക്രസിയാണ്. ആ രാജ്യത്തിൻ്റെ നയങ്ങൾക്കനുസരിച്ച് നമ്മളുടെ രാജ്യത്തിൻ്റെ നയങ്ങൾ മാറ്റുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ രാജ്യത്തിന് അവിടുത്തെ മനുഷ്യരെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യരുടെ പ്രശ്നമാണ്. നമ്മൾ അല്ല ലോകത്തിലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കാണുന്ന ആളുകൾ. അങ്ങനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീലങ്കയിലെ മനുഷ്യർക്ക് നിങ്ങൾ പൗരത്വം കൊടുക്കുക. ശ്രീലങ്കയിൽ ശരിക്കും പറഞ്ഞ് വംശഹത്യയ്ക്ക് വിധേയരായ മനുഷ്യരുണ്ടായിരുന്നില്ല, അവർക്ക് കൊടുക്കുക. പിന്നെ ബർമയിലുള്ള മ്യാൻമാറിലുള്ള ആളുകൾക്ക് കൊടുക്കുക നിങ്ങൾ. അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായി മതപരമായ ഒരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാനുള്ള BJPയുടെ ബോധപൂർവമായ ശ്രമമാണ്. ഇന്ത്യൻ ഭരണഘടനയോട് കാണിക്കുന്ന മര്യാദകേടാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഭരണഘടനയോട് ബഹുമാനം കാണിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ RSSO സംഘപരിവാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണത്തിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയോട് നിങ്ങൾക്ക് ബഹുമാനം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവും. അതല്ലാതെ പിന്നെ ഇതിൽ നിങ്ങൾ ഭരണഘടനാപരമായി തെറ്റ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു വാദമായിട്ട് ഞാൻ അംഗീകരിക്കില്ല. ശ്രീ KJ ജേക്കബ്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഒപ്പമാണോ നിങ്ങൾ, അതോ അതിനെ എതിർക്കുന്നോ എന്നുള്ളതാണ് BJPക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളൊരു കാര്യം. അതേസമയം ഇതൊക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന BJP അധികാരത്തിലേക്ക് വരണോ എന്നുള്ള കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകണം എന്നതാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അങ്ങനെ ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ താങ്കൾക്ക്? ഇതിനകത്ത് നമ്മൾ ഈ നിയമത്തെ വെച്ച് മാത്രമല്ല കാണേണ്ടത്. എൻ്റെ പ്രശ്നം അതാണ്. എനിക്ക് അഡ്വക്കേറ്റ് കൃഷ്ണദാസിനോടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം അതാണ്. നമ്മുടെ ഭരണഘടന ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യത്തെയാണ് നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നത്. ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യത്തെ, അതായത് ഒരു മനുഷ്യനോടും ഡിസ്ക്രിമിനേഷൻ നടത്തില്ല എന്നുള്ള നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യത്തെ നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കാണേണ്ടത് BJPക്കും RSSനും നമ്മുടെ ഭരണഘടനയോടുള്ള ബഹുമാനക്കുറവിനെയാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ പല പിന്നെ ഒരു 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 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, ഭരണഘടനാ ജനാധിപത്യം എന്ന നിലയ്ക്ക് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരം സ്വാതന്ത്ര്യങ്ങൾക്ക് മേലും ഇവർക്ക് കണ്ണുണ്ടാവും. അതാണ് നമ്മൾ കൂടുതലായിട്ട് പിന്നെ നമ്മൾ ഭയപ്പെടേണ്ടത്. ഇത്രയും നഗ്നമായി നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാൻ പറ്റുമെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ RSS BJPക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർ ഇനി എന്തൊക്കെ കൊണ്ടുവരില്ല എന്നുള്ള പ്രശ്നം തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരു നിയമത്തിൻ്റെ അല്ല, ഏറ്റവും അടിസ്ഥാനപരമായ നിയമത്തെ അട്ടിമറിക്കാൻ RSSനും BJPക്കും പറ്റുമെന്നുണ്ട് എങ്കിൽ നമ്മുടെ ഭരണഘടന എത്ര കാലം സർവൈവ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നമ്മുടെ ഭരണഘടന എത്ര കാലം ജീവിച്ചിരിക്കണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി.